തിരുവനന്തപുരം ആറ്റിങ്ങും രണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ എന്താണ് അവസാന ഘട്ടത്തിൽ? ഞാൻ ആറ്റിങ്ങലുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പ്രധാനമായും ആറ്റിങ്ങൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വിജയിക്കും. തിരുവനന്തപുരത്തും യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച വിജയം നേടും എന്നാണ് അവസാന ഘട്ടത്തിലും ഞങ്ങളുടെ പ്രതീക്ഷ. എക്സിറ്റ് പോളുകൾ പക്ഷേ അങ്ങനെയല്ല പറയുന്നത്. എക്സിറ്റ് പോളുകൾ പണ്ടും അങ്ങനെയല്ല പറഞ്ഞിരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. എക്സിറ്റ് പോളുകൾ പല ഘടകങ്ങളെ ആശ്രയിച്ചുള്ളതാണ്. ടെലിവിഷൻ ചാനലുകൾ പ്രക്ഷേപണം ചെയ്യുന്ന ഒട്ടനവധി എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളിൽ അല്ലെങ്കിൽ എന്താ പറയുക റേറ്റിംഗ് എൻഗേജിങ് പ്രോഗ്രാമുകളിൽ ഒന്ന് മാത്രമാണ് എക്സിറ്റ് പോൾ. അതിനപ്പുറത്ത് വേറൊന്നുമില്ല. അതിനകപ്പുറത്ത് എന്ത് ശാസ്ത്രീയതയും എന്ത് ആധികാരികതയുമാണ് അവർക്ക് തന്നെ അവകാശപ്പെടാനാവുക. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യത്തിലേക്ക് പോകേണ്ടതില്ല. നമുക്ക് നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കാൻ 12 മണിയോടുകൂടി ഈ ചിരി കാണും. തീർച്ചയായിട്ടും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പിൽ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന് ജയിക്കുക അല്ലെങ്കിൽ തോക്കുക. രണ്ടിലേതായാലും അതിനെ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി നേരിടുക എന്നുള്ളതാണ്. വിജയത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കാനോ പരാജയപ്പെടുമ്പോൾ അങ്ങേയറ്റം പരാജയം അങ്ങ് സങ്കടകരമായി അങ്ങ് പതിച്ചു പോകാനോ പാകത്തിലാകാൻ പാടില്ലല്ലോ. അതില്ല. അതിപ്പോൾ അപ്പോഴും ഈ ചിരി അങ്ങനെ തന്നെ ഉണ്ടാവും. അത് വലിയ വിജയം ഉണ്ടായാലും ഈ ചിരി തന്നെ ഉണ്ടാവും. ഈ റഹീമിൻ്റെ ആ ചിരി ഉച്ചയ്ക്കും കാണാം എന്ന പ്രതീക്ഷ അദ്ദേഹവും പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തെ ചിത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആദ്യ റൗണ്ടുകളിൽ തുടങ്ങി ഒരു 12ാമത്തെ റൗണ്ടിലേക്ക് എത്തുമ്പോൾ എങ്ങോട്ടേക്കാണ് തിരുവനന്തപുരം എന്ന് പറയാൻ കഴിയുന്ന തരത്തിലായിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വെച്ച് നോക്കുമ്പോൾ വോട്ടിംഗ് പാറ്റേൺ അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ആദ്യഘട്ടത്തെ ട്രെൻഡ് ന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ജയിക്കും എന്ന് പറയാൻ കഴിയാത്ത ത്രികോണ പോരാട്ടം. ശരിക്കും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം എൻ.ഡി.എ സംബന്ധിച്ചിടത്തോളം ഒരു വിജയം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നത് സാധ്യതയുണ്ടെങ്കിൽ അത് കൂടുതൽ തിരുവനന്തപുരത്താണ് എന്നാണ് നമുക്ക് ഇൻഫോർമലായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തൃശ്ശൂരല്ല യഥാർത്ഥത്തിൽ. അത് ഈ ഘട്ടത്തിലെങ്കിലും നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തെ നേരത്തെ പറഞ്ഞ് ക്രോസ് വോട്ടിംഗ് നടന്നിട്ടില്ല എന്നൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അതങ്ങനെ അവർ കാണുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും ആ വിധി, ആ ഒരു സംഗതി തിരുവനന്തപുരത്തിനും അതുപോലെ തന്നെ കേരളത്തിനും ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഷോക്ക്? ബി.ജെ.പി ഒരു സീറ്റിൽ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ തൃശ്ശൂരായാലും തിരുവനന്തപുരമായാലും ഒരു സീറ്റിൽ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്താണെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. നമ്മൾ 2019 തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലല്ല, എനിക്ക് തോന്നുന്നത് 2019 തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണേണ്ടത്. 2014 ഒ രാജഗോപാൽ മത്സരിക്കുന്ന സമയത്ത് 15,000-ൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് ശശി തരൂർ ഇവിടെ വിജയിച്ചു കയറിയത്. ആ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം 2024 തെരഞ്ഞെടുപ്പിനെ കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു ബിസിനസ് മാൻ അദ്ദേഹത്തെ ഇവിടെ പരിചയപ്പെടുത്തി എടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം മൊത്തത്തിൽ മാറുകയുണ്ടായി. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട അവസ്ഥയിലേക്ക് അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു PR വർക്കും മറ്റ് സംവിധാനങ്ങളും എല്ലാം മുന്നോട്ട് പോയിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖരൻ കൂടി വന്നു. അദ്ദേഹം കൂടി ആ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് വന്നപ്പോൾ ഒരു ത്രികോണ പോരാട്ടത്തിൻ്റെ സ്വഭാവം ഇവിടെയുണ്ടായി. 51% വോട്ട് നേടി 2004 ജയിച്ച ആളാണ് പന്ന്യൻ രവീന്ദ്രൻ. അദ്ദേഹം അതിനുശേഷം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അത്രയും വോട്ട് നേടി വിജയിച്ച ഒരാളും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പന്ന്യൻ രവീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെ കൂടി കാണേണ്ടത്. ശശി തരൂർ 15 വർഷമായിട്ട് തിരുവനന്തപുരത്ത് MP ആയിട്ട് ഇരുന്ന ആളാണ്. ക്രോസ് വോട്ടിംഗ് നടന്നിട്ടില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം വോട്ടിങ്ങിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ, വോട്ടിങ്ങിൻ്റെ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ ക്രോസ് വോട്ടിംഗ് നടന്നില്ല. അതാണ് ബി.ജെ.പിക്ക് കൂടുതൽ പ്രതീക്ഷ പങ്കുവെക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ന്യൂനപക്ഷ വോട്ടുകൾ, നഗര കേന്ദ്രീകൃത വോട്ടുകൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോയിരുന്നു. ഇപ്പോൾ ബി.ജെ.പിക്കും NDAക്കും അതുപോലെ തന്നെ UDFനും ആയിട്ട് നഗര കേന്ദ്രീകൃത വോട്ടുകൾ പോവുകയും ന്യൂനപക്ഷ വോട്ടുകൾ, അത് തീരദേശത്തെ മുസ്ലിം ക്രൈസ്തവ വോട്ടുകൾ UDFന് അനുകൂലമായി പോൾ ചെയ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു തിരുവനന്തപുരത്ത് ഒരു രാഷ്ട്രീയ അവസ്ഥ. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ 2019, 2014, 2009 എല്ലാം സംഭവിച്ചിട്ടുള്ളത് അതാണ്. പക്ഷേ 2024 വരുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അത് 3 പാർട്ടികൾക്കും അനുകൂലമായിട്ട് നഗര കേന്ദ്രീകൃത വോട്ടുകൾ നിൽക്കുന്നു, 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകുന്നു. അതുപോലെ തന്നെ തീരദേശത്തെ വോട്ടുകൾ LDFന് അനുകൂലമായിട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് LDFന്റെ ഒരു പ്രതീക്ഷ, ഒരു 3000 വോട്ടിന് ജയിക്കും എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും നമുക്ക് ഈ ഘട്ടത്തിലും പറയാൻ കഴിയുക ഇവിടെ തീരദേശ വോട്ടുകൾ LDFന് അനുകൂലമായി പോയിട്ടുണ്ടെങ്കിൽ അത് ബി.ജെ.പിക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം വരാമെന്ന ആദ്യകാല വിലയിരുത്തലുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ
തിരുവനന്തപുരത്തെ കാര്യം എനിക്ക് തോന്നുന്നത് പ്രവചനാതീതമാണ്. സേഫ് പറയുന്നത് പ്രവചനാതീതമാണ്. കാരണം ഒരേപോലെ ശക്തരായ 3 സ്ഥാനാർത്ഥികളാണ്. അവരുടെ വോട്ട് ബാങ്ക്, അവരുടെ ഏത് സോണിലാണ് വോട്ട് പിടിക്കുക എന്നുള്ളത് ഇപ്പോഴും പ്രവചിക്കാൻ കഴിയില്ല. ശശി തരൂരിന് തീരദേശ മേഖലയിൽ പിന്തുണ കുറയുമോ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എപ്പോഴും. അപ്പോൾ നഗരപ്രദേശങ്ങളിൽ കുറയുമോ ഒന്നും പറയാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ. മിക്കവാറും ഈ വിശകലനങ്ങളൊക്കെ തെറ്റാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.